നിങ്ങൾ വെച്ച ഈ വിഷയം വളരെ പ്രസക്തമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സംവാദങ്ങൾ, ഈ വിവാദങ്ങളാണ് ഈ കേരളത്തിന് മുരടിപ്പിന്റെ പ്രധാനപ്പെട്ട കാരണം. ഒന്ന് 70കളിലും 90കൾ വരെ കേരളത്തിൽ നിരവധി ചെറുകിട വ്യവസായ മേഖല ഉണ്ടായിരുന്ന സംസ്ഥാന കേരളം. ഈ പുരുഷനേരൂരിൻ്റെ ഭാഗത്ത് ഏലൂര്, മറ്റേ എടയാറ്, ആലുവ മേഖല, ആലപ്പുഴ, നിരവധി നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുകിട വ്യവസായ മേഖല ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് കേരളം. എങ്ങനെയാണ് ഇതൊക്കെ നശിച്ചു പോയത്? നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? രാഷ്ട്രീയമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വികസനത്തിന് നിന്ന് കഴിഞ്ഞാൽ നടക്കാവുന്ന സംഭവങ്ങളേ ഉള്ളൂ. ഇത്രയും ശാന്തത കൊണ്ട് ഫ്ലാറ്റ് സമുച്ചയം കെട്ടിപ്പോക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും, തീർച്ചയായിട്ടും പറ്റും. നമ്മൾ കാണുന്നതല്ലേ, പുറത്ത് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാല് ഈ പറഞ്ഞ പല പല പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ നമുക്ക് നേരിട്ട് കാണുന്നതാണ്. നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കൾ എല്ലാവരും പോയി കാണുന്നതാണ്. അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവരുന്നയിച്ചൊരു പ്രശ്നമല്ലോ, അവിദഗ്ധരായ തൊഴിലാളികളുടെ സാന്നിധ്യം. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികൾക്കൊക്കെ ഇവിടെ ജോലി കിട്ടുന്നു, മറ്റുള്ളവർക്ക് ജോലി കിട്ടുന്നില്ല. ഇവിടെ ജോലിയുണ്ട്, അതുകൊണ്ടാണല്ലോ ഇവർ ഇങ്ങോട്ട് വരുന്നത്. കാരണം നമ്മൾ പണ്ട് ഗൾഫിൽ പോയിരുന്നവരെയാണ് ഇപ്പൊ ബീഹാറിൽ നിന്ന് മിനി ഗൾഫാണ് അവരുടെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. എനിക്ക് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരോട് പറയാനുള്ള ഒരേ ഒരു കാര്യമുണ്ട്. അവര് തൊഴിലാളികളോട് അവരുടെ അവകാശങ്ങളെ പറ്റി നന്നായിട്ട് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതേമാതിരി തന്നെ അവരെന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി പറഞ്ഞു ഡ്യൂട്ടി എന്താ, ഉത്തരവാദിത്വം എന്താന്നുള്ളത് പറഞ്ഞു പഠിപ്പിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് അത് കിട്ടണം എന്ന് പറയും. പക്ഷെ നിങ്ങൾ പണിയെടുക്കണം എന്ന് കൂടി പറഞ്ഞു മനസ്സിലാക്കണം. അപ്പൊ അത് പഠിക്കുന്നില്ല. അതിന് ഞാനൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏറ്റവും നല്ലൊരു തമാശ ഞാൻ കണ്ടിട്ടുള്ളത്, ഒരു സർക്കാർ ഓഫീസാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അവിടുത്തെ സൂപ്രണ്ടിനോട് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറയാം, ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ വീട്ടിൽ പോവുകയാണ്, വീട്ടിൽ കുറച്ച് ആൾക്കാരെ പണിക്ക് കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവന്മാർ നേരത്തെ പോയി കളയുന്നത്. എന്ത് നന്നായിട്ട് ആവിഷ്കരിച്ചിരിക്കും. ഞാൻ നേരത്തെ എന്നില്ലെങ്കിൽ അവര് പോയി കളയും. കാരണം ഞാനത് കാശ് കൊടുക്കുന്നതാണ്, എനിക്ക് സർക്കാരെ കാശ് തരുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത്. അപ്പൊ ആ ഒരു മെന്റാലിറ്റിയാണ് മാറ്റേണ്ടത്. കാരണം നമ്മള് മാറ്റിയെടുക്കണത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.